മനുഷ്യൻ. കുഞ്ഞെ, നിങ്ങളെല്ലാവരും 15-20 മിനിറ്റ് നേരം നിങ്ങൾ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ സ്ഥിരം പറയുന്ന പല്ലവികളും വാക്കുകളും വിസ്മരിച്ചുകൊണ്ട് വിവേകത്തോടെ പ്രാർത്ഥിക്കാൻ, ജ്ഞാനത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തും തുറന്നു പറയാം. ഞാൻ പണ്ടോർക്കുന്ന ബഹ്റൈൻ പട്ടണത്തിലായിരിക്കുമ്പോൾ, ആ ദ്വീപിലായിരിക്കുമ്പോൾ, കർത്താവിന് സ്തോത്രം, അന്ന് ഞാൻ ഇന്ന് ഈ പിള്ളേര്, ന്യൂജൻ പിള്ളേര്, കർത്താവിന് സ്തോത്രം, ആമേൻ, ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുക. പ്രയർ ഓൺ വീൽസ്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്കുണ്ടായ ആമേൻ ഒരു ചെറിയ സമയം AC ഇല്ലാത്ത വണ്ടിയാണ്. AC ഇല്ലാത്ത വണ്ടിക്കകത്ത് ആ ദ്വീപ് മുഴുവനും കറങ്ങി പ്രാർത്ഥിക്കും. ആത്മാക്കളെ കിട്ടി. കർത്താവ്, എന്റെ വണ്ടി നിറഞ്ഞ് കവിഞ്ഞു. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ ഓഫീസിൽ കടന്നു ചെന്നു. ഷെയ്ഖിന്റെ ഓഫീസിലാണ് ചെന്നേ. കർത്താവ് ഷെയ്ഖ്, അവിടുത്തെ ഷെയ്ഖ് എൻ്റെ ഒരു പരിചയക്കാരൻ. ഞാൻ അദ്ദേഹത്തേക്ക് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ മാനേജരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വാഹനത്തിന്റെ കാര്യം വന്നു. ഇങ്ങനെ സന്ദർഭം പറയും, വഴി തുറക്കുന്നത്. അപ്പൊ വാഹനത്തിന്റെ കാര്യം, ബസ് മേടിച്ച കാര്യം അവർ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ആശയം തോന്നി. ഇവരോട് ഞാൻ പറഞ്ഞു, സൺഡേയിലും ഫ്രൈഡേയിലും 2 ദിവസം ഞങ്ങൾക്കൊന്ന് വിട്ടുതരുമോ നിങ്ങളുടെ വണ്ടി? അപ്പൊ ഷെയ്ഖിനോട് ചോദിച്ചിട്ട് പറഞ്ഞു. ഷെയ്ഖിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കാണ്, കൊണ്ടുപോകാനാ, എനിക്ക് ആൾക്കാരെ കൊണ്ടുവരണം, പോകണം, ഞങ്ങൾക്ക് വണ്ടിയില്ല, എന്റെ വണ്ടി നിറച്ച ആളാ. ഷെയ്ഖിനോട്, നീ 2 വണ്ടികൾ സഭക്കാർ ഇത്തിരി ചില്ലറയൊക്കെ കൊടുക്കുമായിരുന്നെങ്കിലും നോക്കണേ, അതല്ല അതിന്റെ ദൈവം തമ്പുരാൻ തുറക്കുന്ന വഴികൾ. പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, വഴി തുറക്കത്തില്ലെന്ന് പിശാച് വാദിക്കുന്നിടത്ത് ദാവീദ് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ എന്റെ ആയുസ്സിൽ എന്റെ പിതാവായ ഇശായിയോടും എന്റെ സഹോദരന്മാരോടും ചേർന്ന് ദേവാലയത്തിലേക്ക് ചെല്ലുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്ത്, അല്ലെങ്കിൽ ഒരിക്കലും അവൻ ആഗ്രഹിക്കാത്ത ഇടത്ത് ഇതാ അവന്റെ വീട്ടിനകത്ത് കടന്നുതിരിക്കുക. അഭിഷേകത്തിന്റെ കോപ്പമായി, അഭിഷേക തൈലവുമായി ദൈവത്തിന്റെ പ്രവാചകനായി ദാൻ മുതൽ വരെ പ്രവചിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനായ ശമൂവേലിനെ ദൈവം അയച്ചിരിക്കുന്നത് പോലെ ഇന്ന് പകൽ നിന്റെ വീട്ടിനകത്ത് നിന്റെ പ്രാർത്ഥന മറുപടി എത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തോത്രം ചെയ്യണം.